ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ബിസിനസ്സൊക്കെ തുടങ്ങിയതിന് ശേഷമുള്ള ഒരു 3 ദിവസത്തെ വ്ളോഗ് ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പം നല്ല തിരക്കാണ്. അപ്പോൾ രാവിലെ തന്നെ ആദ്യം തന്നെ ഞാൻ വിചാരിച്ചത് കുക്ക് ചെയ്തങ്ങ് തീർക്കാമെന്നുള്ളതാണ്. വെസൽസ് വാഷ് ചെയ്യുക, ക്ലീനിങ് അതൊക്കെ സൈഡ് ബൈ സൈഡ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ച് പെട്ടെന്ന് അങ്ങ് ആക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ്. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. ഇന്ന് മെയിനായിട്ടൊരു ജോലിയുള്ളതെന്ന് വെച്ചാൽ നാട്ടിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്കൊരു ചെറിയൊരു ഷോപ്പ് ഉണ്ടെന്ന്. അപ്പോൾ അവിടേക്ക് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഓൺലൈനായിട്ട് ഇതുവരെ വളരെ നല്ല രീതിയിലൊന്നും ഞാൻ അതിൽ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഓൺലൈനായിട്ടും കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കി മാർക്കറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുക്കളപ്പണി ഏകദേശം തീർന്നു. ഇനിയൊന്ന് നമ്മുടെ ലഞ്ചിനുള്ള സാമ്പാർ, ഇന്ന് സാമ്പാറാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. കാരണം നാളത്തേക്കും കൂടെ ആയിട്ട് സാമ്പാർ ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. നാളെ നമുക്ക് ഒത്തിരി പണിയുണ്ട്. അപ്പോൾ നാട്ടിലാവുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് പ്രോഡക്റ്റ് അയക്കുന്നതിൻ്റെയൊക്കെ എനിക്ക് ലേബൽ ഒട്ടിച്ച് വേണം കൊടുക്കാൻ. കാരണം അവിടെ അച്ഛനും അമ്മയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഈ പ്രോഡക്റ്റുകളൊക്കെ അല്ലാണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പൈസയൊക്കെ ഇതാക്കാം. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ നിരത്തി വെച്ച് എല്ലാത്തിൻ്റെയും പ്രൈസും എല്ലാം എഴുതിയിട്ടാണ് കൊടുക്കുന്നത്. സോ ആദ്യത്തെ കവറ് ബോക്സ് പൊട്ടിച്ചെല്ലാം ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലെ ആദ്യം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം വേണം അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ നമുക്ക് പരിചയമുള്ളത് ആൾക്കാർക്ക് തന്നെയാണ്. ഒരു ബൾക്കായിട്ടൊരു പാഴ്സൽ വന്നിട്ടുണ്ട്, ഒരു ഓർഡർ വന്നിട്ടുണ്ട്. അത് പാക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വീട്ടിലേക്ക് അയക്കാനുള്ള പ്രോഡക്റ്റുകളൊക്കെ എടുത്ത് അതിൻ്റെ എല്ലാം പ്രൈസൊക്കെ എഴുതി എല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. അപ്പം ഞാൻ ജോലിക്കൊന്നും പോകാമെന്ന് പറയുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയത്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരു കടയുള്ളത് കൊണ്ട് അത് വെച്ചാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അവിടെ കുറച്ച് പ്രോഡക്റ്റ് ഇറക്കിയാണ് പതുക്കെ സ്റ്റാർട്ട് ചെയ്തത്. അത് അത്യാവശ്യം മൂവ് ആവാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ചധികം പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പാക്ക് ചെയ്യാനായിട്ട്. പിന്നെ നാട്ടിലേക്കുള്ള പാഴ്സലും ഉണ്ട്. പിന്നെ അതല്ലാതെ നമുക്ക് കൊറിയർ അയക്കാനുള്ളൊരു പാഴ്സലുണ്ട് കേട്ടോ. കുറച്ച് അതായത് ഇങ്ങനെ നിങ്ങൾക്ക് ബൾക്കായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ പേജിലുള്ള ഇൻസ്റ്റയുണ്ട്, ഫേസ്ബുക്കുണ്ട്. ഈ 2 പേജിലും നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ അടുത്ത് ഉള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്വല്ലറീസ്, ഹെയർ ക്ലിപ്സുകൾ, ആക്സസറീസുകൾ, പിന്നെ ഡ്രസ്സൊക്കെ നമ്മൾ പതുക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സുകൾ ഇങ്ങനെ എല്ലാം കൂടെ ഒത്ത് വന്ന ഒരു എന്താണെന്ന് വെച്ചാൽ എല്ലാം ഉള്ള ഒരു വെബ്സൈറ്റ് തന്നെ പറയാം കേട്ടോ. അപ്പോൾ എല്ലാത്തിനും തലയും വാലും ഒന്നും ഇല്ലാതെ ഇപ്പോൾ ഇരിക്കുകയാണ്. ഞാനൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് തന്നെത്താൻ ഇത് ചെയ്തതാണ് കേട്ടോ. എത്രത്തോളം ഇത് വർക്കൗട്ടാവും എന്നൊന്നും ഇപ്പോൾ എനിക്കറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനൊക്കെ തന്നെ എല്ലാം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ പാഴ്സലും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ചെയ്ത് ഇനി നമുക്ക് നാട്ടിലേക്കുള്ളത് ആദ്യം നമുക്ക് ഡെലിവറി ചെയ്യണം. മറ്റേത് പോസ്റ്റ് ഓഫീസ് വഴിയാണ്. അപ്പോൾ നാട്ടിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് പാക്ക് ചെയ്ത് ഓർഡർ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. പെട്ടെന്ന് തന്നെ വന്ന് ഇവർ എടുത്തുകൊണ്ട് പോകും കേട്ടോ. ഒരുപാട് ലേറ്റൊന്നും ആവില്ല, പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് പോവാറുണ്ട്. പിന്നെ അതുകൂടാതെ ഇതുപോലെ ബിസിനസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് വളരെ ചെറിയ തോതിലും ചെയ്യുക. നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ടെന്ന് ഓർത്ത് നിങ്ങൾ അതന്നെ ചെയ്താൽ എങ്ങനെ ഇരിക്കും അങ്ങനെയൊന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് ചെയ്യാനൊരു കാര്യം ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. അതിൽ പല വഴിയും ശ്രമിച്ചു നോക്കുക. പിന്നെ ജോലി വിട്ടതിന് ശേഷം എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഇൻകം നമുക്ക് ഉണ്ടാക്കാം, ഒരു സോഴ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ പാക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കി ഫുഡ് മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കി പണികളൊക്കെ പെൻഡിങ് ആണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ഓടി പിടിച്ചുള്ളൊരു ദിവസമായിരുന്നു. അതിനിടയ്ക്ക് സാമ്പാർ വെച്ചത് എന്തായെന്ന് നോക്കാൻ വേണ്ടി ഓടിപ്പോയതാണ് കേട്ടോ. അപ്പോൾ കുക്കിംഗ് മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഡെലിവറി അവർ 2 മണിക്കൂറിനുള്ളിൽ വരുമെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കതൊന്ന് എടുത്ത് നമുക്ക് ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കാം. അപ്പോൾ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അതെന്നാൽ അവർ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കൊടുക്കാനും ആവുമല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗെന്ന് പറയുന്നത് ഇന്നത്തെ ഡേ ഞാനിവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഇത് ഫ്രൈഡേയിലുള്ള വ്ളോഗായിരുന്നു. സോ ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ.
ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇത് നെക്സ്റ്റ് ഡേ ആണ്. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ ഇതിൽ ബിസിനസ്സിലേക്ക് ഓൺലൈൻ പേജിലേക്കുള്ള പ്രോഡക്റ്റുകളുടെയൊക്കെ ഫോട്ടോസ് എടുക്കണം, അതൊക്കെ പോസ്റ്റ് ചെയ്യണം, വീഡിയോസ് എടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ കിച്ചണൊക്കെ കലവില കിടക്കുകയാണ്. ഒരുപാട് തിരക്ക് പിടിച്ച സമയമാണ്. ഒന്നാമത് ഈ ഒരു ന്യൂ ഇയർ ഇതെന്നൊക്കെ പറയുന്ന ഈ ക്രിസ്മസ് സീസൺ എന്ന് പറയുന്നതേ ഭയങ്കര ഒരു ഫെസ്റ്റിവൽ സീസണും അങ്ങനത്തെ ഒരു തിരക്ക് പിടിച്ച സമയമാണല്ലോ. അതുകൊണ്ട് കുറേ അതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടം തന്നെയായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്ഥലകാല ബോധം തന്നെ ഇല്ല, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ്, ഏത് ഡേ ആണ്, ഏത് സമയമാണ്, അങ്ങനെ അത്രക്കും ഒരു തിരക്ക് പിടിച്ചതാണ്. ഞാൻ തന്നെത്താനെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും കേട്ടോ ഇങ്ങനെ. ശരിക്കും ഒരു ബിസിനസ് ചെയ്യാന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. നമ്മൾ അതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ എക്സ്ട്രാ കുറേ പൈസ പോകും. അപ്പോൾ ഫണ്ടിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കണം, പിന്നെ വാങ്ങിച്ചതിൻ്റെയൊക്കെ ഐറ്റംസൊക്കെ കാറ്റഗറൈസ് ചെയ്യണം. അങ്ങനെ കുറേ മെനക്കേടുണ്ട് കേട്ടോ ഇതിൽ. ഇത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും കുഴപ്പമില്ല, ഇറങ്ങി തിരിച്ചു. നന്നായിട്ട് ഇത് ട്രൈ ചെയ്തൊരു ലെവലിൽ എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് വേറെ സപ്പോർട്ടുകളൊന്നും ചുറ്റിൽ നിന്നും കിട്ടാനില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ രണ്ട് പേരൻസും നാട്ടിലാണ്, നമ്മൾ മാത്രമാണല്ലോ ഇവിടെ. അപ്പോൾ ഇതെനിക്ക് എങ്ങനെ വർക്കൗട്ട് ആക്കണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അതായിരുന്നു ഒന്നാമത്തെ എൻ്റെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത്. കുറേ നാളിതിനെപ്പറ്റി ആലോചിച്ചു. ഓൺലൈനിൽ ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിക്കുമ്പം അതിനൊരുപാട് ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ എങ്ങനെ സക്സസ് ആവും എന്നുള്ളൊക്കെ ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പോഴാണ് ഞാൻ ഒരു ഐഡിയ എടുത്തത്, ഓക്കെ നാട്ടിലെ കടയിൽ ആദ്യം വെച്ച് നോക്കാം. അപ്പോൾ അവിടുന്ന് ഒരു സൈഡ് ഇൻകം വരുമാണെങ്കിൽ നമുക്ക് ധൈര്യമായല്ലോ. അപ്പം ഓൺലൈനിൽ സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ട് സെല്ല് ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടമാവില്ലേ. അത് കാരണം ഞാൻ ആദ്യം ചെയ്തത് നാട്ടിൽ വാങ്ങിച്ച് വെച്ച് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ചെറിയൊരു ഇൻകം അവിടുന്ന് വരാൻ തുടങ്ങി. 2 പേരൻസിനും ഷോപ്പാണ്, അതുകൊണ്ട് 2 പേരൻസിൻ്റെ അടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരാളുടെ ഏരിയ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ആൾക്കാർ വരും. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയും അപ്പോൾ 2 സ്ഥലത്തേക്കുള്ള സ്റ്റോക്ക് എടുക്കുക, അത് പിന്നെ അങ്ങോട്ടേക്ക് അയക്കുക, ഇത് ഇങ്ങനെയുള്ള തിരക്കുകളായിരുന്നു ആദ്യം. അപ്പോൾ അതെനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ആയിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഓൺലൈൻ വന്നപ്പോഴാണ് കുറച്ചധികം ബുദ്ധിമുട്ടായത് കേട്ടോ. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ രാവിലെ തന്നെ കുക്കിംഗ് സെറ്റാക്കി. പിന്നെ ഇനി തുണി കുറേ ദിവസത്തെ അലക്കാനുണ്ടായിരുന്നു, അതെല്ലാം അലക്കി. വീടൊക്കെ ആകപ്പാട് അലങ്കോലായി കിടക്കുകയാണ് കേട്ടോ. മക്കൾ ഇപ്പോൾ വെക്കേഷൻ്റെ സമയമായതുകൊണ്ട് ഡ്രോയിങ് അങ്ങനത്തെ എല്ലാം വരച്ച് പിറക്കി കളേഴ്സും കാര്യങ്ങളെല്ലാം അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ മക്കളെയും കൂടെ കൂട്ടി, ഇപ്പോൾ രണ്ടുപേരെയും കൂട്ടി ക്ലീനിങ്ങും പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒന്നെല്ലാം ഒന്ന് ഒതുക്കി പിറക്കി ഒന്ന് നീറ്റായിട്ട് വെക്കണം. എല്ലാ ഐറ്റംസും പുറത്ത് കിടക്കുകയാണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ക്ലീനിങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം. വെസൽസ് ക്ലീനിങ്ങും ഫ്ലോർ ക്ലീനിങ്ങും ഈ ഒതുക്കി പറക്കി വെക്കുക, ഇത് രണ്ടും എനിക്ക് ഭയങ്കര മടിയാണ്. കുക്കിംഗ് എങ്ങനെയെങ്കിലും ഞാൻ ഒരുവിധം എല്ലാം ചെയ്ത് തീർക്കും കേട്ടോ. അപ്പം കുട്ടികളുടെ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാവരെയും വിളിച്ചിട്ട് എല്ലാ സാധനങ്ങളും എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ റൂമിലുള്ള കാര്യങ്ങളൊക്കെ അവർ ഒതുക്കി വെക്കുന്നുണ്ട്. ഹാളിലെ കാര്യങ്ങൾ അത്യാവശ്യം ഒന്നെല്ലാം ഞാനും ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ബാഡ്മിൻ്റനൊക്കെ കളിക്കാൻ പോയതൊക്കെ സാറ്റർഡേ സൺഡേ കളിക്കാൻ പോകാറുണ്ട് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അതൊക്കെ അതുപോലെ ഇരിക്കുകയാണ്, അതെല്ലാം എടുത്ത് വെക്കണം. പിന്നെ തൂത്ത് വാരണം. ഇന്ന് ഫ്ലോറ് മോപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് സ്വീപ്പ് ചെയ്തൊന്ന് ഇതാക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വീണ്ടും വന്ന കുറേ പ്രോഡക്റ്റ് സാധനങ്ങളൊക്കെ വീണ്ടും കുറേ കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സോ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് തന്നാണ് എൻ്റെ ഹസ്ബൻഡ് ഈ ഒരു കുട്ടി ജ്വല്ലറി ബോക്സ്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ എന്നാ പറയുന്നത്, ഈ ഒരു വർഷം എന്ന് പറയുന്നുണ്ടല്ലോ, ശരിക്കും എനിക്കൊരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വർഷമായിരുന്നു. സ്വന്തമായിട്ട് ചെറിയ രീതിയിലെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, സമാധാനപരമായിട്ടൊരു ഇൻകം സോഴ്സ് ഉണ്ടാവുക, ഇതൊക്കെ പറയുന്നൊരു വലിയ കാര്യമാണല്ലോ. പിന്നെ ഈ ഒരു സെൽഫ് വാട്ടറിങ് ആയിട്ടുള്ളൊരു പ്ലാന്റ്, ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഒരു റോസ് ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ പോലെ ഇരിക്കുന്നു. അപ്പോൾ ഇത്രയും സാധനമാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. പിന്നെ ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കേക്ക് കട്ട് ചെയ്തു.
പിന്നെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചു. ഇത്രയായിരുന്നു. പക്ഷേ ഈ ഒരു ഡേ ആണ് എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് ഞങ്ങൾക്ക് സ്റ്റോക്ക് എടുക്കാൻ പോകേണ്ട ദിവസം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ദിവസം ശരിക്കും ഒരു അലച്ചിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് എന്നാ പറയുന്നത്, വലിയ ഒരു ആഘോഷവും കാര്യങ്ങളൊന്നും നടത്തിയില്ല. അമ്പലത്തിലൊക്കെ പോകണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം നാളെ എന്തായാലും നമുക്ക് അമ്പലത്തിൽ പോകാനുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്പലത്തിൽ പോകണം. പിന്നെ കുറേ നാളായി ഔട്ടിങ്ങിനൊക്കെ ഒന്ന് പോയിട്ട് ജസ്റ്റ് എവിടെയെങ്കിലും ഒരു പ്ലാൻ ചെയ്ത് പോകണമെന്ന് മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. വേറെ ആരുടെ അടുത്തും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ എല്ലാം ഒതുക്കി പെറുക്കി ഏകദേശം താഴെ തറയിലുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചു. ഇനി നമ്മുടെ ടേബിള്, സോഫ, TV, കബോർഡ് യൂണിറ്റ്, ഇവിടെയൊക്കെ നിറയെ സാധനങ്ങളാണ്. ഇനി അതെല്ലാം ഒതുക്കി വയ്ക്കാനുണ്ട്. അതൊരു വലിയ പണി തന്നെയാണ് കേട്ടോ. ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. ഇനി എനിക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് പുറത്തൊന്ന് പോകാനുണ്ട്. കുറേ ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. അതിനുവേണ്ടി പുറത്ത് പോകാനുണ്ട്. ഇനി നാളെ കാണാം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അമ്പലത്തിൽ പോകാം. ഇവിടെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് കേട്ടോ, മലയാളികളുടെ ഒരു അമ്പലം. ഇപ്പോൾ മണ്ഡലകാലമാണല്ലോ, നമുക്ക് നാളെ പോയിട്ട് വരാം. റെഡി ആവട്ടെ. ഡ്രസ്സുകളൊന്നും ഞാൻ അധികം ഇടാറില്ല, അതുകൊണ്ട് എനിക്ക് എന്തോ പോലെ. ഇത് എൻ്റെ അമ്മ തയ്ച്ചതാണ് കേട്ടോ. അപ്പം അമ്മ കുറേ നാളായിട്ട് കുറേ ഡ്രസ്സുകൾ എനിക്ക് തയ്ച്ച് കിട്ടാറുണ്ട്. ഫുൾ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാവേ. പൊട്ട് കുത്തണം. ഇങ്ങനത്തെ ചെറിയ പൊട്ടാണ് കേട്ടോ ഇഷ്ടം. തൊണ്ടയ്ക്കൊരു ചെറിയ പിടുത്തം. എനിക്കായിട്ടൊരു ലിപ്സ്റ്റിക്ക് ഇല്ലെങ്കിൽ ചുണ്ട് ഒരുമാതിരി ഇരിക്കും. എൻ്റെ ചുണ്ടാണെങ്കിൽ കുറച്ചൊരു ഡാർക്ക് ഇതായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ ശരിക്കും ലിപ്സ്റ്റിക്ക് ഇടുന്ന സമയത്തൊന്നും എൻ്റെ ചുണ്ട് ഭയങ്കര ചേഞ്ച് വരും. എൻ്റെ ഫേസിന് വളരെ വലിയ ചേഞ്ചസ് വരും. ലിപ്സ്റ്റിക്ക് ഇടാത്തുള്ളൊരു ഫേസ് എൻ്റെ അത്ര ഇഷ്ടമല്ല കേട്ടോ. കണ്ടോ, വളരെ ലൈറ്റായിട്ട് ഇട്ടിട്ടുള്ളൂ. ഫൈനലി നമ്മൾ റെഡി ആയിട്ടോ. അപ്പോൾ ഇനി ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ബാക്കിയുള്ളവർ ഒരുങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ജസ്റ്റ് കയ്യിലൊരു ബ്രേസ്ലെറ്റ് ഇട്ട് ചുമ്മാ കൈ ഇങ്ങനെ ഇടണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ലാസ്റ്റ് ഞാൻ മസ്കാര ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം മസ്കാര എനിക്ക് എൻ്റെ കണ്ണിനൊരു പ്രത്യേക ഭംഗിയിരുന്ന സാധനമാണ്. മസ്കാര ഞാൻ മറക്കാറില്ലാത്ത സാധനമാണ്. അപ്പം ഞാൻ മസ്കാരയും പിന്നെ സൺസ്ക്രീനും മോയ്സ്ചറൈസർ, ലിപ്സ്റ്റിക്ക്, മസ്കാര, ഒരു പൊട്ട്, ഇത്രയാണ് കേട്ടോ. വെരി സിമ്പിൾ. പോയിട്ട് വരാം. അപ്പോൾ ഇറങ്ങാനായപ്പോൾ ഒരു ചെറിയൊരു പ്ലാനിൽ ചെറിയൊരു ചേഞ്ചസ്. ഇങ്ങനെ എങ്ങനെ നമുക്ക് എവിടെയെങ്കിലും ചെറുതായിട്ടൊരു ഡ്രൈവ് വന്നിങ്ങനെ പോകാമെന്നുള്ള മനസ്സിലൊരു പ്ലാൻ വന്നു. സോ അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ലാപ്ടോപ്പും കൂടി എടുത്തിട്ട് പോകാം ഒരു എമർജൻസിക്ക്. പിന്നെ കുറച്ച് ഒരു 2-3 ഡ്രസ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. സെറ്റർ കാര്യങ്ങളൊക്കെ, ഭയങ്കര തണുപ്പാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ. ചെറിയൊരു ചേഞ്ചസ്. ക്യൂ ഒക്കെ നിന്ന് ഫുഡൊക്കെ കഴിയുമ്പോൾ എന്തായാലും കുറച്ച് നേരം ആകും പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫൺ ഡ്രൈവ് പോലെ പോകാമെന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തിട്ടോ. ഇത് നമ്മൾ HAL അമ്പലമാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അടുത്ത് തന്നെയാണ്. അങ്ങനെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. നല്ലൊരു മനസ്സിനൊരു സംതൃപ്തി ഉണ്ടായിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഇവിടെ ഒരു വലിയ അമ്പലമാണ് കേട്ടോ. ഒരു സൈഡിൽ നമ്മളുടെ അയ്യപ്പ ടെമ്പിളും വേറൊരു സൈഡിൽ കന്നഡക്കാരുടെ അമ്പലമാണ്. ഭയങ്കര ഒരു നമ്മുടെ നാട്ടിലൊരു ഫീൽ കേട്ടോ. നമുക്ക് ആ ഒരു ചുറ്റും ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ നാട്ടിൽ പോയി അമ്പലത്തിൽ ഇരിക്കുന്ന ആ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം എന്തായാലും ഇനി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം. ഏതായാലും ഇവിടെ എൻ്റെ ഫ്രണ്ട് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ പുതിയൊരു പ്ലേസിലേക്ക് മാറിയത് കൊണ്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനൊരു അമ്പലത്തിൻ്റെ അടുത്തൊക്കെ നമുക്ക് ഒത്ത് കിട്ടിയത്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തെന്ന് പറയുന്നത് അധികം അമ്പലങ്ങളൊക്കെ നമ്മുടെ മലയാളികളുടെ ഉണ്ടായിരുന്നില്ല.
അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടും മുന്നിലുണ്ടായിരുന്നതുകൊണ്ട് അവൾ വേഗം നമ്മളെ കൂട്ടത്തിൽ കയറ്റിയത് കൊണ്ട് വേഗം തന്നെ കയറാൻ വേണ്ടി പറ്റി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നല്ല സദ്യയായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. പായസം 2 തരം പായസം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാം. പോയിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറി. പിന്നെ കമ്മൽ ഞാൻ അത് തന്നെ അങ്ങ് ഇട്ടു കേട്ടോ. കാരണം ആ കമ്മൽ ഇട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. പിന്നെ എന്നിട്ട് വീണ്ടും ഞാൻ മാറ്റി. അങ്ങനെ കുറിയൊന്നും മായ്ച്ച് കളഞ്ഞില്ല, ഡ്രസ്സ് മാത്രം ഒന്ന് മാറ്റി. ഇവിടെ നല്ല തണുപ്പാണല്ലോ. അപ്പോൾ നമ്മൾ പോകാൻ വിചാരിച്ചിരിക്കുന്നത് നന്ദി ഹിൽസാണ്. അപ്പോൾ നന്ദി ഹിൽസിലേക്ക് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്താണല്ലോ. ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ. ഈവനിങ് നമുക്കിനി സൺസെറ്റ് കാണാൻ പോവാം. സോ ഇത് കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ സൺസെറ്റ്. ഇത് നമ്മൾ ശരിക്കും ചിത്രം വരച്ച് വെച്ച പോലെയുണ്ട്. ഈ ബാംഗ്ലൂരൊക്കെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇവിടെ പോവാൻ മറക്കരുത് കേട്ടോ. ഡിസംബർ ഈ സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ സൂര്യോദയം നമുക്ക് വേറൊരു ദിവസം കാണാം. വൈകുന്നേരം ആയതുകൊണ്ട് ഒരുപാട് മുകളിലൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല. അവിടെയുള്ളൊരു കഫേയിൽ നിന്ന് നല്ല തണുപ്പൊക്കെ ആണല്ലോ, അതുകൊണ്ട് നല്ല ചൂട് ചായയും മോമോസൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ അങ്ങ് വേഗം തിരിച്ചു വന്നു കേട്ടോ. കാരണം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ വേഗം അടയ്ക്കും. ഇനി അങ്ങോട്ടേക്ക് ടിക്കറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ 6 o'clock ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. വീണ്ടും ഇനി നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ കാണാം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിരിക്കുക ബിസിനസ് പേജിൻ്റെ, അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.